സൂപ്പർ സ്റ്റാർ രജനീകാന്തിന്റെ ജയിലർ ടൂവിലെ അലബൊലല്ലോ അല്ലബൊലല്ല അതിന്റെ സോങ് അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. അനുരജ് അല്ലബൊലല്ലോ ഫസ്റ്റ് സിംഗിൾ. ബീച്ച് ബീച്ച് ഷംന കാസിം. ഓ സ്റ്റെപ്പ് എന്ത് സ്റ്റെപ്പടാ. വൺ ഡേ ടു പ്രോമോ ആണ് കേട്ടാ. ഒന്നുകൂടെ കാണാം. ഇത്ര ചെറിയ പ്രോമോ ഇറക്കണം അല്ലേ? ഓ ഷംന ഈസ് സ്ലേയിങ്. അത് സ്റ്റെപ്പടാ. കാറ്റാട് എങ്ങനെ അവര് വളയണ മൊത്തത്തില് കളിക്കുന്നുണ്ട് കേട്ടാ. ജയിലർ ടു, രജനീകാന്ത് നായകനാകുന്ന ജയിലറിന്റെ സെക്കൻഡ് പാർട്ടായിട്ടാണ് ജയിലർ ടു വരുന്നത്. അനിരുദ്ധ് മ്യൂസിക്കലാണ്. ഹുക്കും നമുക്കറിയാം. ആ ഒരു പടത്തിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഹുക്കുമാണ്. വൺ ഓഫ് ദ ഹൈലൈറ്റ്, മൊത്തം വൺ ഓഫ് ദ ഹൈലൈറ്റ് തീർച്ചയായിട്ടും. കാരണം ബാക്കിയും എല്ലാവരും രജനി സാറായിരുന്നാലും ആൻഡ് മോഹൻലാൽ ആയിരുന്നാലും അങ്ങനെ എല്ലാവരും നല്ല രീതിക്ക് തന്നെ ചെയ്തിട്ടുള്ള ഒരു പടം കൂടെ ആയിരുന്നു ജയിലർ. ആൻഡ് നെൽസന്റെ ഒരു കംബാക്ക് കൂടെ ആയിരുന്നു. അപ്പൊ നാളെ 6 മണിക്ക് തന്നെ ആയിരിക്കും ഈ പാട്ട് അല്ല പോലെ. അപ്പൊ ഓണത്തിനെ ബേസ് ചെയ്തിട്ടാണ് ഇവർ ഈ സോങ് റിലീസ് ചെയ്യുന്നത്. കാരണം ഈ തുടക്കത്തിൽ തന്നെ ഒരു ചെറിയ മലയാള ചെണ്ടടി പോലത്തെ ഒരു പോർഷനും അതിനകത്ത് പാടുമ്പോഴും ആ ഒരു മലയാളത്തിന്റെ പോലെയൊക്കെ തോന്നുന്നതൊക്കെ അതാണ്. കാരണം ഈ 2024 തോന്നുന്നു വേട്ടയൻ സിനിമയിലെ ഫസ്റ്റ് സിംഗിൾ ആയിട്ട് മനസ്സിലായ സോങ് ഓണ പീരീഡിലാണ് റിലീസ് ചെയ്തിട്ടുള്ളായിരുന്നു. അന്ന് ഓണത്തെ എല്ലാ ട്രെൻഡിങ് പാട്ടും എല്ലാ പരിപാടികളിലും എല്ലാ റീൽസിലും എല്ലാ ഷോർട്സിലും ഫുൾ വൈറലാട്ടിയിരുന്നത് ആ ഒരു പാട്ടായിരുന്നു. മനസ്സിലായോ പാട്ട്? ബൈ ദ വേ പടത്തിന് പല നെഗറ്റീവ് റിവ്യൂസ് ആയിരുന്നു വന്നിരുന്നത് വേട്ടയന്. ബട്ട് അത് നമ്മൾ വിട്ടേക്കാം. ആൻഡ് ഈ പടത്തിൽ വരുമ്പോൾ ഇതെല്ലാവരും ഒരു പൊട്ടൻഷ്യൽ ഉള്ള ഒരു പടമായിട്ട് തന്നെയാണ് കരുതുന്നത്. 1 സ്റ്റാർ കാസ്റ്റ് ആണ്. എന്നിരുന്നാലും ആ ഒരു നെൽസന്റെ ആ ഒരു മേക്കിംഗ്, നെൽസനെ എല്ലാവരും തള്ളിക്കളഞ്ഞ് എല്ലാവരും മാറ്റിയും എല്ലാവരും കുറ്റമൊക്കെ പറഞ്ഞിട്ട് നെൽസന്റെ ഒരു തിരിച്ചുവരവായിരുന്നു ജയിലർ. അജ്ജാതി പണ്ണലായിരുന്നു പണിയിട്ടുള്ളത്. ആൻഡ് അനിരുദ്ധിന്റെ മ്യൂസിക്കിൽ നാളെ ഈ സിംഗിൾ റിലീസ് ചെയ്യും. നാളെ തീർച്ചയായിട്ടും വൈറലാവാൻ പോകുന്ന പാട്ട് അല്ല പോലെ ഈ പാട്ട് തന്നെ ആയിരിക്കും. ട്രെൻഡിങ് ആവാൻ പോകുന്ന പാട്ട് അല്ല പോലെ ഈ പാട്ട് തന്നെ ആയിരിക്കും. ഞാൻ നേരത്തെ എക്സ്പെക്ട് ചെയ്ത് തന്നെയാണ് ഫസ്റ്റ് സിംഗിൾ അനിരുദ്ധ് തന്നെ ആയിരിക്കും പാടുന്നത്. ആസ് യൂഷ്വൽ അത് അനിരുദ്ധ് തന്നെയാണ്. കാരണം അനിരുദ്ധ് നിങ്ങൾ മ്യൂസിക് ചെയ്ത പടങ്ങളിലൊക്കെ നോക്കിയാൽ മനസ്സിലാവും ഫസ്റ്റ് സിംഗിൾ എന്ന് പറയുന്നത് അനിരുദ്ധ് തന്നെ ആയിരിക്കും. മെജോറിറ്റി മാക്സിമം അല്ല, എല്ലാ പാട്ടും അനിരുദ്ധ് തന്നെയാണ് പാടുന്നത്. ഞാൻ ഇതില് ഷംന കാസിമാണ് പാട്ട് ഡാൻസ്, അതായത് കാവാലയില് തമന്ന വന്ന പോലെ ഈ പടത്തിലെ ഷംന കാസിം സൂപ്പർ ആയിട്ട് തന്നെ ഡാൻസ് ചെയ്യുന്നുണ്ട്. വളരെ ഗ്രേസ് ആയിട്ടും ഷീ സ്ലേയിങ് എന്ന് പറയുന്ന പോലെ കിള്ളഡ്. ആ ഒരു സ്റ്റെപ്പ് കണ്ട ആ നല്ലൊരു സ്റ്റെപ്പും തന്നെയാണ്. ആ പാട്ടിൽ നല്ലൊരു ബീറ്റിന്റെ കൂടെ തന്നെയാണ് സ്റ്റെപ്പ്. ആൻഡ് മൊത്ത പേര് ഡാൻസ് കളിക്കുന്നുണ്ട്. എന്നാൽ നമ്മൾ ഷംന കാസിമ നോക്കുന്നുണ്ട്. കാരണം പുള്ളിക്കാർ അത്രയും ആ ഒരു പ്രസൻസ് അവിടെ കൊണ്ടുവരുന്നുണ്ട്. ആ ഒരു വിഷൻ അവിടെ കൊണ്ടുവരുന്നുണ്ട്. എല്ലാവർക്കും പെട്ടെന്ന് ആരടാ. പിന്നെ ഡ്രസ്സും വെള്ള സാരി ആയതുകൊണ്ട് എല്ലാവരും കാണുകയും ചെയ്യും. കാരണം എല്ലാവരും ബാക്കി എല്ലാവരും ഒരേ കളർ ഡ്രസ്സാണല്ലോ. പുള്ളിക്കാരി മാത്രം കാരണം മെയിൻ ആണല്ലോ. നല്ല രീതിക്ക് തന്നെ ഡാൻസ് ചെയ്യുന്നുണ്ട്. ഒരു നല്ലൊരു പാട്ട് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ആസ് യൂഷ്വൽ അനിരുദ്ധ് കത്തിക്കുന്നത് തന്നെയാണ് വിശ്വാസവും. ആൻഡ് ഈ പാട്ടില് ലാലേട്ടനുണ്ട് എന്നുള്ളൊരു റൂമേഴ്സ് നേരത്തെ ഉണ്ട്. അതായത് ഈ പടത്തിന്റെ തുടക്കത്തിന്റെ ഷൂട്ടിങ്ങിൽ തന്നെ ആ ഒരു മലയാള പോർഷൻ വരുന്ന ഒരു ചെറിയൊരു സാധനം ഈ പാട്ടിൽ വരും. അല്ലെങ്കിൽ ആ ലാലേട്ടൻ ആ ബാറിൽ. അപ്പൊ ഇത് ഈ ബാക്ക്ഗ്രൗണ്ട് നോക്കുമ്പോൾ ബാറ്, ടാസ്മാഗ് അതുപോലത്തെ ഒരു സെറ്റപ്പിലുള്ള ഒരു സ്ഥലം പോലെ തന്നെയാണ് തോന്നുന്നത്. അപ്പൊ ആ ഒരു സെറ്റപ്പിൽ രജനീകാന്തിന്റെ കൂടെ ലാലേട്ടനും കൂടെ ഉണ്ടാവും എന്നുള്ള ഒരു ടോക്ക് നേരത്തെ റൂമേഴ്സ് ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഖലീഫയിൽ ലാലേട്ടൻ കത്തിച്ച പോലെ നാളെ രജനീകാന്തിന്റെ ജയിലർ ടൂവിലെ ഈ അല്ല പോലല്ലോ പാട്ടില് ലാലേട്ടൻ കത്തിക്കാൻ സംശയമൊന്നുമില്ല. ആൻഡ് എനിക്ക് തോന്നുന്നു ഈ പാട്ടിലും സൂപ്പർ സുബു ആയിരിക്കും ലിറ്ററലി ലിറിക്സ് ചെയ്തിട്ടുള്ളതെന്നാണ് തോന്നുന്നത്. കറക്റ്റായിട്ട് അറിയില്ല. എനിവേ നമുക്ക് നാളെ നോക്കാം. എന്തായാലും ഒരു പക്ഷത്ത് അനിരുദ്ധ് തകർത്താടുമ്പോ മറുപക്ഷത്ത് സായിയും വരുന്നുണ്ട്. ഇപ്പൊ തമിഴ് ഇൻഡസ്ട്രിയിൽ ഇവർ രണ്ടുപേര് തന്നെയാണ് ടോപ്പിൽ നിൽക്കുന്നത്. പിന്നെ അനി ഏറ്റവും മേലിൽ തന്നെയാണ്, അതിൽ വേറെ സംശയമൊന്നുമില്ല. ആൻഡ് സായി നല്ല രീതിക്ക് തന്നെ ചെയ്തും വരുന്നുണ്ട്. ആൻഡ് ഭയങ്കര ഹൈപ്പില് ഭയങ്കര എക്സ്പെക്ടേഷനിൽ വരുന്ന ഒരു പാട്ട് കൂടെയാണ് ഈ അല്ല പോലെ. കാരണം ഒരുപാട് നാൾക്ക് ശേഷം വീണ്ടും രജനിയുടെ ചിത്രം വരുന്നു. മോസ്റ്റ് പൊട്ടൻഷ്യൽ ഉള്ള മോസ്റ്റ് ഹൈപ്ഡ് ചിത്രമായ ജയിലർ ടൂലെ ഫസ്റ്റ് സിംഗിൾ. അതായത്
സിനിമയുടെ ഏറ്റവും വലിയൊരു അപ്ഡേറ്റിൽ വൺ ഓഫ് ദ വലിയൊരു അപ്ഡേറ്റും കൂടെയാണ് ഇത്. ആൻഡ് ഒക്ടോബർ 15-നാണ് അന്ന് ഓം സിനിമ ധനുഷിന്റെ, അത് സായാണ് മ്യൂസിക്, അപ്പൊ അതിൽ മമ്മൂക്ക ഉണ്ട്. അപ്പൊ ആ ഒരു സിനിമ റിലീസ് ആവുമെന്ന് ടോക്ക് ഉണ്ടായിരുന്നു. ഇപ്പൊ എന്തോ മാറ്റി, അത് ഒക്ടോബർ സെക്കൻഡ് വീക്കിലോ അങ്ങനെ എന്തോ മാറ്റിയിട്ടുണ്ടെന്ന് പറയുന്നു. ആൻഡ് സൺ പിക്ചേഴ്സ് ആൻഡ് DC-യുടെ ഒരു നല്ലൊരു കളക്ഷന്റെ ആ ഒരു ശേഷം സൺ പിക്ചേഴ്സ് വീണ്ടും ജയിലർ 2 രജനീകാന്തിന് പിന്നെ സൺ പിക്ചേഴ്സ് ആണല്ലോ എല്ലാമല്ല. എന്നിരുന്നാലും മെജോറിറ്റിയും സൺ പിക്ചേഴ്സ് ആണല്ലോ. ഒരു നല്ലൊരു പാട്ട് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അനിരുദ്ധ്. അപ്പൊ നാളെ നമ്മൾ ഫുൾ പാട്ട് റിലീസ് ചെയ്ത്, സെക്കൻഡ് പ്രോമോ ആണ്, ഫുൾ പാട്ട് നാളെ റിലീസ് ചെയ്യും. ഫുൾ പാട്ട് കണ്ടതിന് ശേഷവും നമ്മൾ റിവ്യൂ ഇടാം, മറക്കാതെ കണ്ടേക്ക്. ആൻഡ് ഇതുവരെയും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്ക്, ലൈക്ക് ചെയ്തേക്ക്, കമന്റ് ചെയ്ത്, ഷെയർ ചെയ്ത്, ഹൈപ്പ് ചെയ്തേക്ക്. അപ്പൊ മറക്കണ്ട ഗൈസ്. അപ്പോ നമ്മൾ നാളെ വരും ഇതേ സമയം കത്തിച്ച്